സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് സെക്കൻഡ് ഇയറിലെ ലാംഗ്വേജ് ഇൻ ആക്ഷൻ എന്ന സബ്ജക്റ്റിലെ കമ്മ്യൂട്ട് എന്ന ചാപ്റ്ററാണ്. കമ്മ്യൂട്ട് ഇത് എഴുതിയിരിക്കുന്നത് ഒരു കൊറിയൻ റൈറ്ററായിട്ടുള്ള കിം ഹെസുങ് എന്ന ഓഥറാണ്. So let's move on to the profile of the author. Here we can see her photo right here on the right side. And Kim Hyo-sun is a poet, essayist and critic from South Korea. South Koreയിലെ ഒരു പോയറ്റാണ്, എസ്സേയിസ്റ്റ് ആണ്, ക്രിറ്റിക്കാണ്. ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊറിയൻ പോയറ്റ്സ് ടുഡേ ബിക്കോസ് ഓഫ് എ സ്ട്രോങ് ഇമേജറി, ബോൾഡ് ലാംഗ്വേജ് ആൻഡ് ക്രിയേറ്റീവ് സ്റ്റൈൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊറിയൻ പോയറ്റ്സിൽപ്പെട്ട ഒരാളാണ്. അവർ എന്ത് കാരണത്താലാണ് സ്ട്രോങ് ഇമേജറി, വളരെ ശക്തി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇമേജറിയാണ് അവരുടെ കവിതകളിൽ, രചനകളിൽ അവർ ഉപയോഗപ്പെടുത്തുന്നത്. ബോൾഡ് ലാംഗ്വേജ് ആണ്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ് എംപ്ലോയ് ചെയ്യുന്നത്. കിം വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് വിമൻ ടു പബ്ലിഷ് പോയട്രി ഇൻ കൊറിയൻ ലിറ്റററി ജേർണൽസ് ഇൻ ലേറ്റ് 1970s. 1970കളിൽ കൊറിയൻ ലിറ്റററി ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുന്ന ആദ്യത്തെ സ്ത്രീകളിൽപ്പെട്ട ആളായിരുന്നു ആര്? കിം ഹ്യുസുങ്. ഷീ ഹാസ് വോൺ മെനി അവാർഡ്സ് ഇൻക്ലൂഡിംഗ് കിം സുയോങ് ആൻഡ് മിതാങ് അവാർഡ്സ്. ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഷീ വാസ് ദ ഫസ്റ്റ് വിമൻ പോയറ്റ്, വുമൻ പോയറ്റ് ഓഫ് പോയറ്റ് റിസീവ് ബോത്ത്. രണ്ടും കിട്ടാൻ, അതായത് കിം സുയോങ് അവാർഡും അതുപോലെ മിതാങ് അവാർഡും കിട്ടാൻ പ്രാപ്തിയായിട്ടുള്ള ആദ്യത്തെ വനിതയാണ് കിം ഹെസോങ്. ഓക്കെ, അത് അവരുടെ മേജർ വർക്ക്സ് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ആൻഡ് ലെറ്റ്സ് go to her feminist voice. Kim's poetry does not try to be beautiful. ഭയങ്കര സൗന്ദര്യാധിഷ്ഠിതം അല്ലെങ്കിൽ എസ്തറ്റിക്സ് അല്ലെങ്കിൽ മനോഹാരിത കൂടുതൽ ഉണ്ടാക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ഇറ്റ് ഓഫൺ ഷോസ് പെയിൻ, വയലൻസ് ആൻഡ് ഇമോഷണൽ സ്ട്രഗിൾ. ജീവിതത്തിൻ്റെ മനോഹാരിതക്കപ്പുറം ജീവിതത്തിൻ്റെ വേദനയും അതിൻ്റെ വയലൻസും ഇമോഷണൽ സ്ട്രഗിളും എല്ലാമാണ് അവർ പോർട്രേ ചെയ്യുന്നത്. ഷീ റൈറ്റ്സ് അബൌട്ട് ടോപ്പിക്സ് ലൈക്ക് ഫാമിലി, മദർഹുഡ് ആൻഡ് ലവ്, ബട്ട് ഇൻ എ റോ ആൻഡ് പവർഫുൾ വേ. വളരെ റോ ആയിട്ടുള്ള, സാധാരണയായിട്ടുള്ള അല്ലെങ്കിൽ ശക്തിവത്തായിട്ടുള്ള രീതിയിലാണ് അവർ ഫാമിലി, മദർഹുഡ്, ലവ് എന്ന വിഷയങ്ങളിലെല്ലാം അവർ രചനകൾ നടത്തുന്നത്. ഹെർ പോയിംസ് ഗീവ് വോയിസ് ടു വിമൻ ഹു ഹാവ് സഫേർഡ് ഓർ ബീൻ സൈലൻസ്. നിശബ്ദയാക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സഹനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. കിം സേസ് ഹെർ പോയട്രി ലെറ്റ്സ് ദ വോയിസസ് ഓഫ് ഡിസപ്പിയർഡ് വിമൻ ബി ഹേർഡ് അഗെയിൻ. നിശബ്ദരായിട്ടുള്ള അല്ലെങ്കിൽ അപ്രത്യക്ഷരായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിട്ടാണ് അവളുടെ ശബ്ദം അവൾ വീണ്ടും ജനങ്ങളെ കേൾപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ പോയട്രിയെക്കുറിച്ച് സ്വയം പറയുന്നത്. ഫോർ ഹെർ പോയട്രി ഈസ് പൊളിറ്റിക്കൽ ആക്ട്. അവളെ സംബന്ധിച്ചിടത്തോളം പോയട്രി എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇറ്റ് ഹെൽപ്സ് വിമൻ സ്പീക്ക് ഫ്രീലി ആൻഡ് ബ്രേക്ക് ജെൻഡർ റൂൾസ്. അത് എന്ത് ചെയ്യുന്നു? അവരെ ഓപ്പണായിട്ട് സംസാരിക്കാനും, സ്ത്രീകളെ ഓപ്പണായിട്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ജെൻഡർ റൂൾസുകളെ തടയുവാനും സഹായിക്കുന്നു. അത് പൊട്ടിച്ചെറിയുവാൻ, ജെൻഡർ റൂൾസിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയുവാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഷീ ബിലീവ്സ് ദാറ്റ് പോയട്രി ഇസ് ക്രേസി ആൻഡ് അൺകൺട്രോൾഡ് ലാംഗ്വേജ് ക്യാൻ ചലഞ്ച് ദ മെയിൽ ഡോമിനേറ്റഡ് ലാംഗ്വേജ് ഓഫ് പവർ. നമ്മളുടെ പുരുഷ മേധാവിത്വം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ പുരുഷൻ്റെ ആധിപത്യം പ്രകടിപ്പിക്കുന്ന പവറുള്ള ലാംഗ്വേജിനെ, പവറുള്ള ശക്തി അല്ലെങ്കിൽ അവരുടെ അധികാരത്തിൻ്റെ ഭാഷയെ കൺട്രോൾ ചെയ്യാൻ അതെന്ത് ചെയ്യുന്നു? സ്ത്രീകളുടെ ശബ്ദങ്ങൾ അല്ലെങ്കിൽ അവളുടെ അൺകൺട്രോൾഡ്, അനിയന്ത്രിതമായിട്ടുള്ള അവളുടെ ലാംഗ്വേജ് അവരെ സഹായിക്കുന്നതാണ്. ഇനി അവളുടെ ചെറിയൊരു ഹെർ ബ്രോഡർ ഇമ്പോർട്ടൻസ് ഇവിടെ നോക്കൂ. കിം ഹ്യുസുങ് പോയട്രി ഈസ് നോട്ട് ഓൺലി ഫെമിനിസ്റ്റ് ബട്ട് ഓൾസോ റിഫ്ലെക്ട്സ് മോഡേൺ സൗത്ത് കൊറിയ, എ കൺട്രി ദാറ്റ് ഈസ് ഇൻഡസ്ട്രിയലൈസ്ഡ് ആൻഡ് ഗ്ലോബൽ. ഇൻഡസ്ട്രിയലൈസ് ആക്കപ്പെട്ട, ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള മോഡേൺ സൗത്ത് കൊറിയയെക്കുറിച്ച്, അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഫെമിനിസ്റ്റ് ആസ്പെക്റ്റിനപ്പുറം ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പോർട്രേ ചെയ്യുന്നുണ്ട്. ഹെർ റൈറ്റിംഗ് ഷോസ് ഹൗ പീപ്പിൾ, എസ്പെഷ്യലി വിമൻ, ഫീൽ ലോസ്റ്റ് ഓർ ഡിസ്കണക്റ്റഡ് ഇൻ ടുഡേയ്സ് സൊസൈറ്റി. ഇവിടെ ആധുനിക കാലത്ത് അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഏത് തരത്തിലാണ് സ്വയം നഷ്ടപ്പെട്ടവരായി അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് പോർട്രേ ചെയ്യുന്നുണ്ട്. പോയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കമ്മ്യൂട്ട് കംസ് ഫ്രം ഹെർ 2018 കളക്ഷൻ ഓട്ടോബയോഗ്രഫി ഓഫ് ഡെത്ത്. അവരുടെ ഓട്ടോബയോഗ്രഫി ഓഫ് ഡെത്ത് എന്ന സമാഹാരത്തിൽ നിന്നാണ് കമ്മ്യൂട്ട് എന്നുള്ള കവിത വരുന്നത്. 2018 ഈ സമാഹാരം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് ഒറിജിനലി റിട്ടൺ ഇൻ കൊറിയൻ ആൻഡ് ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ഡോൺ മി ചോയ് ആണ് ആദ്യം കൊറിയനിൽ രചിക്കപ്പെട്ട, പിന്നീട് ഇതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. ദ പോയം ഡിസ്ക്രൈബ്സ് എ സബ്വേ ജേർണി ദാറ്റ് ഫീൽസ് സ്ട്രേഞ്ച് ആൻഡ് ഡ്രീം ലൈക്ക്. ഇത് പറയുന്നത് ഒരു വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വപ്നതുല്യമായിട്ടുള്ള അല്ലെങ്കിൽ സ്വപ്നം പോലെ തോന്നിക്കുന്ന ഒരു സബ്വേ ജേർണിയാണ്. The speaker witnesses a woman's death, but the people around don't seem to care. നമ്മുടെ കവിതയിലുള്ള സ്പീക്കർ ഒരു സ്ത്രീയുടെ മരണം കാണുന്നു, പക്ഷേ ചുറ്റുമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല.
The poem mixes life and death, showing how modern life can feel cold and meaningless. ഇവിടെ മരണവും ജീവിതവും എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ മിക്സ് ചെയ്യുന്നത്? ഷോയിങ് ഹൗ മോഡേൺ ലൈഫ് ക്യാൻ ഫീൽ കോൾഡ് ആൻഡ് മീനിങ്ലെസ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ആധുനിക ജീവിതം എത്രത്തോളം തണുത്തതും അതുപോലെ തന്നെ അർത്ഥമില്ലാത്തതുമാണെന്ന്, നിരർത്ഥകരമാണെന്ന് കാണിക്കുവാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇറ്റ് എക്സ്പ്രസസ് ഇമോഷണൽ നംനെസ്, ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, ലോൺലിനെസ് ഇൻ എ ബിസി വേൾഡ്. തിരക്കേറിയ ജീവിതത്തിലുള്ള ലോസ് ഓഫ് ഐഡൻറ്റിറ്റിയും ലോൺലിനെസ്സും ഇമോഷണൽ നംനെസ്സും എല്ലാം കാണിക്കുന്നതാണ് ഈ രചന. ഇനി എൻ്റെ സ്റ്റാൻസ വൈസ് ചെറിയൊരു എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. ഓക്കെ. ഓൺ ദ സബ്വേ യുവർ ഐസ് റോൾ അപ്പ് വൺസ്, ദാറ്റ്സ് എറ്റേണിറ്റി, ദ റോൾഡ് അപ്പ് ഐസ് എറ്റേണലി മാഗ്നിഫൈഡ്. You must have bounced out of the train. It seems that you are dying. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിട്ടാണ് കവിത ആരംഭിക്കുന്നത് തന്നെ. സബ്വേയിലൊരു സ്ത്രീ എന്ത് ചെയ്യുന്നു, മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. അവളുടെ കണ്ണുകളിങ്ങനെ ഉരുളുന്നുണ്ട്. ദ മൊമെൻറ്റ് ഫീൽസ് എൻലെസ്. ഈ ഒരു സന്ദർഭം നിലയ്ക്കാത്തതുപോലെ തോന്നുകയാണ്. ലൈക്ക് എറ്റേണിറ്റി, ഒരിക്കലും അവസാനിക്കാത്തതുപോലെ. ഇൻഫിനിറ്റി, എറ്റേണിറ്റി അല്ലേ, എറ്റേണിറ്റി ഒരിക്കലും അവസാനിക്കാത്ത ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുകയാണ്. ദ പോയറ്റ് ഷോസ് ഹൗ ഡെത്ത് ക്യാൻ കം സഡൻലി ഈവൺ ഇൻ ദ മിഡിൽ ഓഫ് ഓർഡിനറി ലൈഫ്. ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ, വളരെ നോർമലായിട്ടുള്ള ജീവിതത്തിൽ എത്ര പെട്ടെന്നാണ് അല്ലെങ്കിൽ എത്ര സഡൻ ആയിട്ടാണ് മരണം നമ്മളെ കൊല്ലുവാൻ വരുന്നത് എന്ന് ഇവിടെ കാണിക്കുന്നു. Even though you are dying, you listen. Oh, what's wrong with this woman? People passing by, you are a piece of discarded trash, garbage to be ignored. ഇവിടെ നമുക്ക് മനസ്സിലാകും, ഈ വരികളിൽ മനസ്സിലാവുന്നുണ്ട്, ഈ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീ അവൾ സ്വയം ചിന്തിക്കുന്നുണ്ട്. ഷീ ക്യാൻ തിങ്ക് ആൻഡ് ലിസൺ. അവൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും എന്ത് ചെയ്യുന്നു, ഈവൻ ദോ യു ആർ ഡൈയിങ്, അവൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും എന്ത് ചെയ്യുന്നു, അവൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആരും അവളെ സഹായിക്കുന്നില്ല. എല്ലാവരും അവരെന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. എല്ലാവരും അവളെ ഒരു ട്രാഷ് പോലെ പരിഗണിക്കുന്നു. അതായത് ആരും പരിഗണിക്കുന്നില്ല. ദിസ് ഷോസ് ദ ക്രുവൽ ഇൻഡിഫറൻസ് ഓഫ് മോഡേൺ സൊസൈറ്റി, ഹൗ പീപ്പിൾ ഹാവ് ലോസ്റ്റ് എമ്പതി. ഇത് നമ്മുടെ സമൂഹത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഇൻഡിഫറൻസിനെ, ആധുനിക സമൂഹത്തിലെ ക്രൂരമായ ഇൻഡിഫറൻസിനെ കാണിക്കുന്നു. എങ്ങനെയാണ്, എത്രത്തോളം എമ്പതി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നു. ആൻഡ് as soon as the train leaves, an old man comes over. He discreetly inserts black fingernails inside your pants. A moment later, he steals your handbag. വളരെ നിരാശാജനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ അവർ വരച്ചു വെക്കുന്നത്. ആഫ്റ്റർ ഷി ഡൈസ്, അവൾ മരണപ്പെട്ടതിന് ശേഷം, an old man assaults and robs her. ഒരു വയസ്സായിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു, അവളെ അസോൾട്ട് ചെയ്യുകയും അവളെ കൊള്ളയടിക്കുകയും ചെയ്യുന്നു. ഈവൺ ഇൻ ഡെത്ത്, മരണത്തിലും. ദ വുമൻ ഈസ് ഡിസ്റെസ്പെക്റ്റഡ് ആൻഡ് വയലേറ്റഡ്. സ്ത്രീ എന്ത് ചെയ്യുന്നു, സ്ത്രീക്ക് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അവളെപ്പോഴും എന്ത് ചെയ്യുന്നു, ഇകഴ്ത്തപ്പെടുന്നു, അല്ലെങ്കിൽ അവൾ മോശമായി ട്രീറ്റ് ചെയ്യപ്പെടുന്നു. ദിസ് സ്റ്റാൻസ് റിപ്രസെൻറ്റ്സ് ഹൗ വിമൻസ് ബോഡീസ് ആർ മിസ്ട്രീറ്റഡ് ഈവൻ വെൻ ലൈഫ്ലെസ്. സ്ത്രീ മരണപ്പെട്ടതിന് ശേഷം സ്ത്രീകളുടെ ശരീരം എത്രത്തോളമാണ് മിസ്ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഈ വരികൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. Two middle schoolers come over. They rummage around your pockets. They kick. Camera shutters click. Your funeral photo is on the boys' cell phones. ഇപ്പോഴാണ്, ഈ ഒരു സമയത്താണ് സ്കൂൾ ബോയ്സ് രണ്ടുപേർ അവിടെ വരുന്നത്. അവർ അവളുടെ പിക്ചർ എടുക്കുന്നുണ്ട്, കാലുകൊണ്ട് ചവിട്ടുന്നുണ്ട്. ദിസ് ഷോസ് എ ലോസ് ഓഫ്, എൻ്റെ കളിയാക്കുന്നുമുണ്ട്. ദിസ് ഷോസ് എ ലോസ് ഓഫ് മോറൽ വാല്യൂസ് ഇൻ സൊസൈറ്റി. സമൂഹത്തിൽ ജനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള മോറൽ വാല്യൂസിനെ ഇത് കാണിക്കുന്നു. പീപ്പിൾ സീ ട്രാജഡി ആസ് എൻ്റർടൈൻമെൻറ്റ് ഓർ കണ്ടന്റ്, നോട്ട് സംതിങ് ടു കെയർ അബൌട്ട്. ഇവിടെ സ്ത്രീകളെല്ലാവരും അല്ലെങ്കിൽ മരണത്തെ, ഒരു ട്രാജഡിയെ, ദുരിതത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ കോണ്ടന്റ് ആയിട്ടാണ് കാണുന്നത്. നോട്ട് സംതിങ് ടു കെയർ അബൌട്ട്, വളരെ കെയർ ചെയ്യേണ്ടതായിട്ടുള്ള, ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടല്ല ജനങ്ങൾ കാണുന്നത് എന്ന് പറയുന്നു. യു വാച്ച് ദ പാനോരമ unfold in front of you like the dead normally do. Your gaze directed outward now departs for the vast space inside you. The woman's soul has left her body. ഇവിടെ അവളുടെ ആത്മാവ് അവളെ ഉപേക്ഷിച്ച് പോകുന്നത്, അവളുടെ ശരീരത്തെ വിട്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഷീ നൗ വാച്ചസ് എവറിത്തിങ് ഫ്രം ഔട്ട്സൈഡ് ഹെർസെൽഫ്. അവളുടെ ആത്മാവ് ശരീരത്തിൽ വിട്ടുപോയി. ഇനി അവൾ ആത്മാവായിട്ട് നിന്ന് എല്ലാം വാച്ച് ചെയ്യുകയാണ്. ഡെത്ത് ബിക്കംസ് എ ജേർണി ഇൻവേർഡ് ഇൻ ടു എ വാസ്റ്റ് എംപ്റ്റി യൂണിവേഴ്സ് വിത്തിൻ ഹെർ. അവളുടെ ഉള്ളിലേക്കുള്ള ആന്തരികമായിട്ടുള്ള ഒരു ജേർണി ആയിട്ടാണ്, ഒരു യാത്രയായിട്ടാണ് മരണത്തെ ഇവിടെ അവൾ രചയിതാവ് വരച്ചു വെക്കുന്നത്. വാസ്റ്റ് എംപ്റ്റി യൂണിവേഴ്സ് വിത്തിൻ ഹെർ. അവളുടെ ഉള്ളിലുള്ള വളരെ വിശാലമായിട്ടുള്ള, ഒന്നുമില്ലാത്ത കാലിയായിട്ടുള്ള ഒരു
യൂണിവേഴ്സിലേക്കാണ് അവൾ യാത്ര ചെയ്യുന്നത്. ഡെത്ത് ഈസ് സംതിങ് ദാറ്റ് സ്റ്റോംസ് ഇൻ ഫ്രം ദ ഔട്ട്സൈഡ്. പുറത്തു നിന്ന് അകത്തേക്ക് സ്റ്റോം ചെയ്തു വരുന്ന ഒരു കാര്യമായിട്ടാണ് മരണത്തെ ഇവിടെ വിരിച്ചു കാണിക്കുന്നത്. ദ യൂണിവേഴ്സ് ഇസ് ബിഗർ, ഇറ്റ്സ് ഡീപ്, സൂൺ യു ഫ്ലോട്ട് അപ്പ് ഇൻസൈഡ്. ഡെത്ത് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് സംതിങ് പവർഫുൾ ദാറ്റ് എൻറ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ്. അകത്ത് നിന്ന് പുറത്തേക്ക് കയറുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മരണത്തെ ഇവിടെ പോർട്രേ ചെയ്യുന്നത്. ബട്ട് ദ യൂണിവേഴ്സ് ഇൻസൈഡ് ഹെർ ഈസ് ഈവൺ ബിഗർ. പുറത്തുള്ള ലോകത്തെക്കാളും വലുതാണ് അവളുടെ അകത്തുള്ള ലോകം. സിംബലൈസിങ് ഫ്രീഡം ഓർ റിലീസ്. ഇവിടെ അവളുടെ അകത്തേക്ക് തന്നെ അവൾ സഞ്ചരിക്കുമ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായിട്ടാണ് കവി പറയുന്നത്. ഷീ ഫ്ലോട്ട്സ് പീസ്ഫുള്ളി ആസ് ഇഫ് ഫൈനലി ലീവിങ് ബിഹൈൻഡ് ഹെർ പെയിൻ. അവളുടെ വേദനകളെല്ലാം തന്നെ ഉപേക്ഷിച്ച് അവൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം ആസ്വദിച്ചു പോകുന്നതിലേക്കാണ്. പീസ്ഫുള്ളി അവൾ ഫ്ലോട്ട് ചെയ്യുകയാണെന്നാണ് മനസ്സിലാകുന്നത്. ഷീ സ്ട്രെച്ച്ഡ് ഔട്ട് ഓവർ ദർ ലൈക്ക് എ പെയർ ഓഫ് ഡിസ്കാർഡഡ് പാൻസ്. വെൻ യു പുൾ അപ്പ് ദ ലെഫ്റ്റ് ലെഗ്, ദ റൈറ്റ് ലെഗ് ഓഫ് യുവർ പാൻസ് റൺ ഫാർ അവേ. ഇവിടെ ഒരു ഡിസ്കാർഡഡ് ക്ലോത്തിങ് ആയിട്ടാണ് ഡെഡ് ബോഡിയെ വരച്ചു വെക്കുന്നത്. ലൈഫ്ലെസ് ആൻഡ് എംറ്റി. അത് ജീവനില്ലാത്തതുമാണ്, കാലിയുമാണ്, എംറ്റിയുമാണ്. ഇറ്റ് ഷോസ് ദാറ്റ് ദ ബോഡി ഈസ് ജസ്റ്റ് എൻ ഒബ്ജക്റ്റ്. ബോഡി എന്നുള്ളത് കേവലമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ഇവിടെ കവി കാണിക്കുന്നു. വൈൽ ദ സോൾ ഹാസ് ഗോൺ എൽസ്വെയർ. കാരണം എന്താണ്? അവരുടെ ആത്മാവ് മറ്റെവിടേക്കോ പോയിട്ടുണ്ട്. ദ ഇമേജ് ഓൾസോ റിഫ്ലക്ട്സ് ഡീഹ്യൂമനൈസേഷൻ, ഹൗ എ വിമൻ ഈസ് റെഡ്യൂസ്ഡ് ടു എൻ ഐറ്റം. എങ്ങനെയാണ് മനുഷ്യത്വത്തെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ട്രേറ്റ്സിനെ ഇല്ലാതെയാക്കുന്നത് അല്ലെങ്കിൽ പരിഗണിക്കാതിരിക്കുന്നത് എന്നിവിടെ വ്യക്തമാവുകയാണ്. ഹൗ എ വുമൻ ഈസ് റിഡ്യൂസ്ഡ് ടു എൻ ഐറ്റം. എങ്ങനെയാണ് ഒരു സ്ത്രീ കേവലമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് ജനങ്ങൾ കാണുന്നത് എന്നിവിടെ മനസ്സിലാക്കുന്നു. അറ്റ് ദ കോർണർ ഓഫ് ദ സബ്വേ യുവർ മോർണിംഗ് കമ്മ്യൂട്ട് പിറ്റിഫുൾ. ഇവിടെ ദ പോയം റിമൈൻഡ്സ് us this happens during an ordinary morning commute. രാവിലെയുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു യാത്രയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അവസാന വരി നമ്മളെ വീണ്ടും ഉണർത്തുന്നത്. സംതിങ് ട്രാജിക് ഹാപ്പൻഡ് ഇൻ എ പ്ലേസ് എവരിവൺ വിസിറ്റ് ഡെയിലി യെറ്റ് നോ വൺ കെയർഡ്. എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന, എല്ലാവരും സാന്നിധ്യം അറിയിക്കുന്ന ഒരു സ്ഥലത്താണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, അത് പരിഗണിക്കുന്നില്ല, ആരും തന്നെ കെയർ ചെയ്യുന്നില്ല. At one point, the woman was embraced as Bones' class marrow. A dinosaur is about to come out of the woman's body. She opens her eyes wide, but there is no exit left. The poem remembers that the woman once had life. ഇവിടെ ഈ വരികൾ പറയുന്നത് ഈ സ്ത്രീക്ക് ഒരിക്കൽ ജീവനുണ്ടായിരുന്നു, ജീവൻ്റെ ചൂടുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. ബട്ട് നൗ ഷീ ഈസ് ലൈഫ്ലെസ്. പക്ഷേ ഇപ്പോൾ എന്താണ്? അവൾ ജീവനറ്റ് കിടക്കുകയാണ്. ദ ഡൈനോസർ മേ റിപ്രസെൻറ്റ് റേജ്, പെയിൻ ഓർ ഏൻഷ്യൻ സഫറിങ് ട്രൈങ് ടു എസ്കേപ്പ്. ഇവിടെ ഡൈനോസർ എന്ന് പറയുന്നത്, റിപ്രസെൻറ്റ് ചെയ്യുന്നത് അവരുടെ ദേഷ്യമായിരിക്കാം, വേദനകളായിരിക്കാം, അല്ലെങ്കിൽ കാലങ്ങളായി അവൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന സഫറിങ് ആയിരിക്കാം. ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? അവരുടെ ശരീരത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അത്രത്തോളം വേദനകളും അത്രത്തോളം ദേഷ്യവും സഹനവുമെല്ലാം ഫേസ് ചെയ്തിട്ടാണ് അവൾ ഇവിടെ എത്തിയത്. അപ്പോൾ അതെല്ലാം പുറത്ത് ചാടാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നൊരു സിറ്റുവേഷനാണ് ഡൈനോസർ എന്നതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹവർ ദർ ഇസ് നോ വേ ഔട്ട്, ഷീ ഈസ് ട്രാപ്ഡ് ഈവൺ ഇൻ ഡെത്ത്. എങ്കിലും എന്ത് ചെയ്യുന്നില്ല, പുറത്ത് പോകാനൊരു അവസരമില്ല. അവൾ മരണത്തിലും എന്ത് ചെയ്യുന്നു? എന്തിലോ ട്രാപ്പായി അകപ്പെട്ട് കിടക്കുകയാണ്. നൗ ദ വുമൻസ് ഡെഡ് turned off like the night sun. Now the woman's spoon can be discarded. Now the woman's shadow can be folded. Now the woman's shoes can be removed. Woman's death is final. ഇവിടെ സ്ത്രീയുടെ മരണം എന്താണ്? അവസാനമായിട്ടാണ് പറയുന്നത്. ഷീ ടേൺഡ് ഓഫ്. അവൾ എന്ത് ചെയ്യുന്നു? ലൈറ്റ് പോലെ സ്വയം ടേൺ ഓഫ് ചെയ്യപ്പെട്ടു. ഹെർ എവറിഡേ ഒബ്ജക്ട്സ്, സ്പൂൺ, ഷാഡോ, ഷൂസ് ആർ നോ ലോങ്ങർ നീഡഡ്. അവളുടെ ഇത്തരം ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവർക്കിപ്പോൾ ആവശ്യമില്ല. ദിസ് ഷോസ് ഹൗ ഈസിലി എ പേഴ്സൺ ക്യാൻ ഡിസപ്പിയർ ഫ്രം ദ വേൾഡ്. എങ്ങനെയാണ്, എത്രത്തോളം ലളിതമായിട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം ഈസി ആയിട്ടാണ് ഒരാൾക്ക് ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ, ഡിസപ്പിയർ ആവാൻ സാധിക്കുന്നത് എന്ന് കാണിക്കുന്നു. യു റൺ അവേ ഫ്രം യുവർ സെൽഫ് ലൈക്ക് എ ബേർഡ് ഫാർ ഫ്രം ഇറ്റ്സ് ഷാഡോ. യു ഡിസൈഡ് ടു എസ്കേപ്പ് ദ മിസ്ഫോർച്യൂൺ ഓഫ് ലിവിങ് വിത്ത് ദാറ്റ് വുമൻ. Now the speaker distances themselves from the dead women, maybe out of fear, denial or guilt. ഇവിടെ സ്പീക്കർ സ്വയം എന്ത് ചെയ്യുന്നു? സ്പീക്കർ ഇവിടെ അബ്സേർഡ് ആണല്ലേ, നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല, സ്പീക്കർ ആരാണെന്ന് പറയുന്നില്ല. പക്ഷേ സ്പീക്കർ ഇതൊക്കെ വാച്ച് ചെയ്യുകയാണ്. അവിടെ സ്വയം ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്ന് അകലത്തിലേക്ക് പോകുന്നു. എന്തുകൊണ്ടായിരിക്കാം? അത് ഒരു ഭയപ്പാട് അല്ലെങ്കിൽ ഒരു നിന്ദ്യത അല്ലെങ്കിൽ ഒരു ഗിൽറ്റ്, ഇതൊക്കെ ഫീൽ ചെയ്തുകൊണ്ടാണ് അവൾ ഈ ഡെഡ് ബോഡിയുടെ അകത്തുനിന്ന് അകലേക്ക് പോകുന്നത്. സ്പീക്കർ ട്രൈസ് ടു സെപ്പറേറ്റ് ദർ ഐഡൻറ്റിറ്റി ഫ്രം ഹെർ സഫറിങ്. അവരുടെ സ്പീക്കറുടെ ഐഡൻറ്റിറ്റി അതുപോലെ തന്നെ അവരുടെ സഫറിങ് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത്.
You shout, I don't have any feeling whatsoever for that woman. But you roll your eyes the way the woman did when she was alive and continue on your way to work as before. You go without your body. Will I get to work on time? You head toward the life you won't be living. Speaker pretends to feel nothing. ഇവിടെ സ്പീക്കർ ഒന്നും അനുഭവപ്പെടാത്ത പോലെ പ്രിട്ടൻഡ് ചെയ്യുകയാണ്. ബട്ട് ഡീപ്പ് ഇൻസൈഡ് ദേ ആർ ജസ്റ്റ് ലൈക്ക് ഹെർ. പക്ഷേ ഉള്ളിൽ എന്താണ്? ഈ മരണപ്പെട്ട ആളെ പോലെ തന്നെയാണ് സ്പീക്കറുമുള്ളത്. ദേ കണ്ടിന്യൂ ദർ എംപ്റ്റി ഡെയിലി റുട്ടീൻ ഫീലിംഗ് സൗണ്ട്ലെസ് ആൻഡ് ഡിസ്കണക്റ്റഡ്. അവരുടെ എംപ്റ്റി ആയിട്ടുള്ള വളരെ അർത്ഥമൊന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ യാന്ത്രികമായിട്ടുള്ള റൂട്ടീൻസിൽ അവൾ വീണ്ടും തുടരുകയാണ്. ഫീലിംഗ് സോൾലെസ് ആൻഡ് ഡിസ്കണക്റ്റഡ്. അവൾ ആത്മാവില്ലാത്തവളായി ഡിസ്കണക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ദ ഫൈനൽ ലൈൻസ് ഷോ ദാറ്റ് മോഡേൺ ലൈഫ് ഈസ് ലൈക്ക് ലിവിങ് വിത്തൗട്ട് ട്രൂലി ബീയിങ് അലൈവ്. പീപ്പിൾ മൂവ് ലൈക്ക് മെഷീൻസ് കമ്മ്യൂട്ടിങ് ടുവേർഡ് മീനിങ്ലെസ് ലൈഫ്. ഈ അവസാന വരി ആധുനിക ജീവിതത്തിൽ അല്ലെങ്കിൽ ആധുനിക ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം അർത്ഥമില്ലാതെയാണ് മനുഷ്യർ ജീവിക്കുന്നത്, അവരുടെ യഥാർത്ഥ ജീവിതമാണോ മനുഷ്യർ ജീവിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ റേസ് ചെയ്യപ്പെടുന്നുണ്ട്. പീപ്പിൾ മൂവ് ലൈക്ക് മെഷീൻസ് കമ്മ്യൂട്ടിങ് ടുവേർഡ് മീനിങ്ലെസ് ലൈഫ്സ്. ഇവിടെ ജനങ്ങൾ ഒരു അർത്ഥമില്ലാത്ത ജീവിതത്തിലേക്കാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, യാന്ത്രികമായി യാത്ര ചെയ്യുന്നത് എന്ന് പറയുന്നു. ഈ തീംസും അതുപോലെ തന്നെ ഒരു ഷോർട്ട് സമ്മറിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഇഫ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ടു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു.